കയറാൻ പറ്റുമോ? Seat belt. ഇത് ഇപ്പം NLineന്റെ സാധാ വെന്യൂവിന്റെ DCT അല്ലേ? വെന്യൂ DCT. ഓക്കെ. ടർബോയിലാണ്. ടർബോ എഞ്ചിൻ. ഓക്കെ. ഓക്കെ. അതിന്റെ വെന്യൂവിന്റെ വേരിയൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? വെന്യൂ ടോട്ടൽ ഒരു 7 വേരിയൻസ് വരുന്നുണ്ട്. അതിൽ 2 വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആണ്. സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വന്നതാണ്. അത് നൈറ്റ് എഡിഷൻ എന്ന് പറഞ്ഞൊരു വേരിയന്റ്. അല്ലാതെ നോർമലി 5 വേരിയൻസ് ആണ് വരുന്നത്. ഓക്കെ. ഫസ്റ്റ് വൺ S ഓപ്ഷൻ, SX ഓപ്ഷൻ. ഓക്കേ. ഇത് SX ഓപ്ഷൻ ആണോ? ഇതിപ്പം SX ഓപ്ഷൻ DCT ആ വരുന്നത്. ഓക്കേ. ഓക്കേ. അതിന്റെ പ്രൈസിംഗ് ഒക്കെ എങ്ങനെയാ വരുന്നതെന്ന് അറിയാം? പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാനുവൽ ആണെങ്കിൽ നമുക്കൊരു 9.5. ഓക്കേ. 9.5 lakhs. ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ സെയിം ഫുൾ ഓപ്ഷൻ മാനുവൽ ആണെങ്കിൽ ഒരു 15 ലക്ഷം. ഓക്കേ. ഓട്ടോമാറ്റിക് ആകുമ്പോഴോ? ഓട്ടോമാറ്റിക് വരുന്നത് നമുക്ക് 2 വേരിയൻസിലാണ് വരുന്നത്. ഒന്ന് S ഓപ്ഷനിലും പിന്നെ ഒന്ന് SX ഓപ്ഷനിലും. ഓക്കേ. രണ്ടിലും DCT തന്നെയാണോ? അതെ. ഈ ഒരു ട്രാൻസിഷൻ മാത്രമേ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് DCT. അത് നമുക്ക് ടർബോയിൽ മാത്രമാണ് അവൈലബിൾ. ഓക്കേ. 1 ലിറ്റർ ടർബോ. അന്നേരം എഞ്ചിൻ വേറെ വേരിയേഷൻ ഉണ്ടോ? എഞ്ചിൻ വരുമ്പോഴത്തേക്ക് 3 എഞ്ചിനാണ് വരുന്നത്. ഒന്ന് 1.2 ലിറ്റർ നോർമൽ കാപ്പ എഞ്ചിൻ. ഓക്കേ. പിന്നൊന്ന് 1 ലിറ്റർ ടർബോ എഞ്ചിൻ, പിന്നൊന്ന് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ. ഓക്കേ. ഡീസൽ എല്ലാ വേരിയൻസിനും ഉണ്ട്? ഡീസൽ ഇല്ല, എല്ലാ വേരിയൻസിലും ഇല്ല. S+, SX, SX ഓപ്ഷൻ. ഓക്കേ. 3 വേരിയൻസിൽ മാത്രമേ ഡീസൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതും നമുക്ക് ഡീസലിൽ ഓട്ടോമാറ്റിക് വരുന്നില്ല. മാനുവൽ മാത്രമാണ് ഡീസലിൽ അവൈലബിൾ. ഇപ്പോൾ നമ്മൾ കറന്റ് ഓടിക്കുന്ന ഈ SX ഓപ്ഷണൽ DCTക്ക് എന്നാ പ്രൈസ് വരും? SX ഓപ്ഷൻ DCT ആണെങ്കിൽ ഒരു 16 ലക്ഷം അടുപ്പിച്ച് വരും. ഓൺ റോഡ് ആണോ എക്സ് റോഡ്? ഓൺ റോഡ് പ്രൈസാ. ഓൺ റോഡ്. ഓക്കേ. ഇതിപ്പം 23 മോഡലാണോ 24 ആണോ? ഇതാ ഇപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇതിപ്പം 24 മോഡലാണ്. ഓക്കേ. ഓക്കേ.
പറയത്തക്ക ഫീച്ചേഴ്സ് ആയിട്ട് എന്തൊക്കെയാണ് ഇവിടെ? എടുത്ത് പറയത്തക്ക വെന്യൂവിന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സെക്കൻഡ് വേരിയന്റ് മുതൽ നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മിറേഴ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ബാക്കിൽ റെയർ AC വെന്റ് വരുന്നുണ്ട്. നോർമലി അതായത് വലിയ ഫീച്ചേഴ്സ് ഒന്നും വേണ്ടാത്തവർക്ക് ഒരു സെക്കൻഡ് വേരിയന്റ് തന്നെ ഓക്കെ ആയിരിക്കും. അതല്ല കുറച്ചുകൂടെ ഫീച്ചർ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് S ഓപ്ഷൻ വേരിയന്റ്, 3ാമത്തെ വേരിയന്റ് മുതൽ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, പ്രൊജക്ട് ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, മിറേഴ്സിന്റെ ഫോൾഡിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. സൺറൂഫ് ഒക്കെ വരുന്ന സൺറൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് SX എന്ന് പറയുന്ന ഒരു വേരിയന്റ് മുതലാണ് സൺറൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. SX ഓപ്ഷണൽ SX സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ SX ഓപ്ഷൻ ഈ 2 വേരിയന്റിലും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ 2 സ്പെഷ്യൽ എഡിഷന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നൈറ്റ് എഡിഷൻ പിന്നെ ഏതാ? 2 എഡിഷൻ അല്ലേ? അല്ല, 2 വേരിയന്റ്. ഓക്കേ. സ്പെഷ്യൽ എഡിഷൻ നൈറ്റ് എഡിഷൻ വരുന്നത് 2 വേരിയന്റിലാണ്. ഒന്ന് S ഓപ്ഷനും ഒന്ന് SX ഓപ്ഷനും. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമ്മുടെ വെന്യൂവിന്റെ ഗ്രില്ല് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ക്രോം ഫിനിഷ്ഡ് ആയിരിക്കും. ഈ നൈറ്റ് എഡിഷനിലാണെന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് ഗ്രില്ലായിരിക്കും. പിന്നെ ഇന്റീരിയർ വന്നിട്ട് ഫുള്ളി ബ്ലാക്ക് ആയിരിക്കും. അതെ അതെ, ഫുള്ളി ബ്ലാക്ക് ഫിനിഷ് ആയിരിക്കും. അപ്പൊ ആ ഒരു ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതലും നമ്മുടെ ആ ഒരു നൈറ്റ് എഡിഷൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. പിന്നെ 2 വേരിയന്റ്സിലാണ് വരുന്നത്. അതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 12-30 മുതലാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് 12-30 മുതലായിരിക്കും. ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്കും ഒരു 16 ആ റേഞ്ച് പോകും. 16+ ആണ്. പിന്നെ അതില് ഏറ്റവും എടുത്തു പറയേണ്ട ഫീച്ചർ ഡാഷ് ക്യാം വരുന്നുണ്ട്. ആ ഒരു അത് നമ്മുടെ വേറെ നോർമൽ വെന്യൂന്റെ വേറെ ഒരു വേരിയന്റിലും ആ ഒരു ഡാഷ് ക്യാം വരുന്നില്ല. ഇതിനിപ്പം നമ്മൾ ഓടിക്കുന്ന വേരിയന്റിന്റെ മൈലേജ് ഫിഗേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ടർബോയുടെ മൈലേജ് വരുമ്പോൾ നോർമലി നമുക്കൊരു 14-15 ആണ് കസ്റ്റമർ ഫീഡ്ബാക്ക്. കുറച്ച് അത് നമ്മുടെ ഈ ഒരു റോഡിലാണ്. കുറച്ചുകൂടെ ലോങ് ഒക്കെ പോവാണെങ്കിൽ ഒരു 16-17 ആ റേഞ്ചിൽ. ഇൻഫോർടൈൻമെന്റ് ഖത്തറിന്റെ ആയിരുന്നാ? ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ 8 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റാണ് വരുന്നത്. അത് നമുക്ക് 2ാമത്തെ വേരിയന്റ് മുതലാണ്. ടോപ്പ് എൻഡ് വരെയും ആ ഒരു 8 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ തന്നെ ആയിരിക്കും. നാവിഗേഷൻ ഒക്കെ ഇൻബിൽഡ് ആയിട്ട് നാവിഗേഷൻ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഹ്യുണ്ടായുടെ ഒരു കണക്റ്റഡ് കാർ ഫീച്ചർ ആണ് ബ്ലൂ ലിങ്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വെന്യൂലാണ്. അതെ, വെന്യൂലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ്, കാറ്, കസ്റ്റമർ ഇത് 3ഉം കണക്റ്റഡ് ആയിരിക്കും. അതായത് നമുക്ക് ആ ഒരു ബ്ലൂ ലിങ്കിന്റെ ആപ്പ് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ത്രൂ തന്നെ വണ്ടിയുടെ എഞ്ചിൻ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അതെ, AC ഓൺ ചെയ്യാം. അതേപോലെ തന്നെ വണ്ടിയുടെ ട്രാക്ക് അറിയാൻ പറ്റും. ഇപ്പൊ വണ്ടി നമ്മളല്ല വേറെ ആരെങ്കിലും വണ്ടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വണ്ടി എത്ര സ്പീഡിൽ പോയിട്ടുണ്ട്, എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു, ഇപ്പം നിലവിലെ വണ്ടിയുടെ ട്രാക്ക് എവിടെയാണ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത് ഫോൺ ത്രൂ തന്നെ അറിയാൻ പറ്റും. ആ ഒരു ഫീച്ചർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് SX എന്ന് പറഞ്ഞ വേരിയന്റ് മുതലാണ്. റിവേഴ്സ് ക്യാമറ ഇങ്ങനെ ഓടുമ്പോൾ ഉണ്ടാക്കല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഇതിന് ഓഫേഴ്സ് കാര്യങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ? നിലവിൽ നമുക്ക് ഓഫേഴ്സ് വരുന്നുണ്ട്. നമുക്കിപ്പോഴും 23 വെഹിക്കിൾസ് കുറച്ച് വേരിയൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമ്മൾ കുറച്ച് നല്ല അധികം ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 24-ൽ നമ്മൾ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലൈക്ക് കൺസ്യൂമർ ഓഫർ അല്ലാതെ വേറെ എക്സ്ചേഞ്ച് ബോണസ് ഒക്കെ ഉണ്ട്.
അപ്പോൾ ഈ ഇയർ ബാക്ക് മോഡലിലൊക്കെ ഇങ്ങനെ എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാവുമായിരിക്കും? അതായത് 23 മോഡലിൽ. 23 മോഡൽ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കുന്നതനുസരിച്ചായിരിക്കും. ഓക്കെ, ഡിസ്കൗണ്ട്സ്. ബേസ് വേരിയന്റ് ഒന്നും കാണാൻ ചാൻസ് ഇല്ല. ഓക്കെ, മേ ബി ടോക്കൺസ് ആയിരിക്കും ഇവിടെ അവൈലബിൾ. ഓക്കെ, അതിൻ്റെ കണക്ടിവിറ്റി വയർലെസ് കണക്ടിവിറ്റി വരുന്നുണ്ടോ? ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനെ വയർലെസ് ആണോ വയർഡ് ആണോ?